പ്രഷർ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ ഇത്രയും ട്രെയിനുകളുടെ വൈകി വിടുന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികം കനത്ത മഴ, ഈ മരം വീഴൽ, ഇതൊക്കെ എല്ലാ ട്രെയിനുകളുടെയും സമയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ കുറച്ച് ക്ഷമ പാലിക്കേണ്ടി വരുമെന്നുകൂടി ഓർമ്മിപ്പിക്കാം. തൃശ്ശൂരിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള മഴ കനത്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടമാണ്. സംഹാരരുദ്രമായ ഒരു ശേഷിയോടുകൂടിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്പിൽവേയിലൂടെ പുറത്തേക്ക് വെള്ളം ഒഴുക്കുകയാണ്. അതിരപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, അതിരപ്പള്ളിയിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ യാത്രക്കാർക്ക് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകണം. എങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ മഴ കനക്കുന്നത്? അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ താഴേക്ക് ഇറങ്ങി അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള സൗകര്യങ്ങൾ മുൻപുണ്ടായിരുന്നു. സാധാരണഗതിയിൽ മഴ കനക്കുന്ന സമയങ്ങളിൽ താഴേക്കുള്ള പ്രവേശനം വിലക്കാറുണ്ട്. അങ്ങനെ ഈ മഴ കനക്കുകയും അതിനോടൊപ്പം തന്നെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടേക്കുള്ള ആളുകളുടെ സന്ദർശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ മലയോര മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിക്ക് മഴ ലഭിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെരിങ്ങൽകുത്ത് ഡാമിലെ വെള്ളം സ്ലൂയിസ് വാൽവുകളിലൂടെ തുറന്നു വിടുന്നുണ്ട്. അധിക ജലം തുറന്നു വിടുന്നതോടുകൂടിയാണ് ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നത്. അതും കൂടി ഈ അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി കൂടാൻ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുമുണ്ട്. തൃശ്ശൂരിലെ എല്ലാ താലൂക്ക് ഓഫീസ് കേന്ദ്രങ്ങളിലും ഈ ആകെയായി 122 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. കനത്ത മഴയാണ് കഴിഞ്ഞ 3 ദിവസമായി ജില്ലയിലാകെ ഉണ്ടായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്കിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ജില്ലയിലാകെ കഴിഞ്ഞ 24 മണിക്കൂറിൽ 41.81 മില്ലിമീറ്റർ മഴയാണ് ആകെ ജില്ലയിൽ ഉള്ളത്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതിനോടൊപ്പം തന്നെ ജില്ലയിൽ മറ്റ് ഡാമുകളുടെ സ്ഥിതികൾ എല്ലാം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റ് ഒരിടത്തും അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ജലനിരപ്പ് മാത്രമാണ് അധികമായി ഉയരുന്നത്. റെഡ് അലർട്ടാണ് നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ അധിക ജലം മഴയും കനക്കുകയാണെങ്കിൽ, അധിക ജലം ഒഴുകി വരികയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ പോലും വാൽവ് തുറക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഈ ഷട്ടറുകൾ തുറക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.